ചിലരുടെ റിക്വയർമെൻ്റ് ഒക്കെ ഇങ്ങനെ പറയുന്നതൊക്കെ നമ്മളിങ്ങനെ ഓർക്കും, ഓ ഇങ്ങനെയും ചെയ്യാം നമുക്ക്. സാരി എന്ന് പറഞ്ഞ നമ്മളുടെ ഒരു കോൺസെപ്റ്റുള്ള സാരിയുടെ ഒരു ഡ്രേപ്പിംഗ് പാറ്റേൺ, നോർമൽ സാരി ഡ്രേപ്പിംഗ്, ഒന്നുകിൽ അഴിച്ചിട്ട് അല്ലെങ്കിൽ കുത്തിവെക്കുക. ഇതാണ് യൂഷ്വലി എല്ലാവർക്കും അറിയാവുന്ന സംഭവം. എനിക്ക് വന്നത് ഗുജറാത്തിലെ ഒരു ബ്രൈഡിൻ്റെ ഫാമിലിയിലാണ് അങ്ങനെ ഒരു ഡ്രേപ്പിംഗ് ചെയ്യാനായിട്ട്. ബ്രൈഡിൻ്റെ സിസ്റ്ററാണ് ആ ഡ്രേപ്പിംഗ് ചൂസ് ചെയ്ത ആൾ. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണത് ചെയ്യുന്നത്. ആ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞ് ഷെയർ ചെയ്തൊരു എക്സ്പീരിയൻസ്, ചേച്ചി വിറച്ചിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന അതൊക്കെ ആയപ്പോൾ എനിക്ക് പറ്റിയില്ല, അതുകൊണ്ട് നമുക്ക് കല്യാണത്തിന് എന്തായാലും നന്നാക്കണം എന്ന് പറഞ്ഞ് വിളിച്ച ബ്രൈഡ്സ് ഉണ്ട്. ചിലർ നല്ല സാരി എടുക്കും, വളരെ നല്ല സാരി എടുത്തിട്ട് വളരെ മോശമായിട്ട് ഡ്രീപ്പ് ചെയ്യുന്നവരും ഉണ്ട്. ക്ലെയറിനെ നമ്മളിപ്പം വിളിക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ എൻ്റെ ഒരു സ്പെഷ്യൽ ഡേയിൽ വിളിക്കുകയാണെങ്കിൽ എപ്പോൾ തൊട്ടാണ് എൻക്വയറീസ് ഒക്കെ വന്ന് തുടങ്ങുന്നത്? എങ്ങനെയാണ്? പെട്ടെന്ന് വരുമോ അതോ എങ്ങനെ പ്രീ ബുക്കിംഗ് ഒക്കെ ഉണ്ടോ? അതെ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ബുക്കിംഗ് വളരെ നേരത്തെ എടുക്കുന്ന ആളാണ്. എന്ന് വെച്ചാൽ ഞാനിങ്ങനെ വന്ന് ചോദിക്കുക, ഇപ്പോൾ നവംബറിലുണ്ട്, ഡിസംബറിലുണ്ട്, അതൊക്കെ വന്ന് ചോദിച്ചാൽ അടുത്ത ജാനുവരിയിലുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ ബുക്കിംഗ് എടുക്കും. കാരണം ഡേറ്റ് അവൈലബിൾ ആയിരിക്കും, അപ്പം ഞാൻ ബുക്കിംഗ് എടുക്കും. ഒരിക്കലും ഞാൻ അടുത്ത് കണ്ട് ബുക്കിംഗ് എടുക്കാറില്ല. നേരത്തെ ബുക്കിംഗ് വന്ന് നേരത്തെ എടുക്കും. എനിക്ക് പിന്നെ അങ്ങനെ ക്യാൻസലേഷനും അധികമൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് അതായത് ബ്രൈഡ്സ് ക്യാൻസൽ ചെയ്യുന്നതല്ല, ഞാൻ അത്രയും നേരത്തെ എടുത്താൽ നമുക്ക് എന്തെങ്കിലും ഇവൻറ്റ് വന്നാൽ ഞാൻ എൻ്റെ ഇവൻ്റ് ആയിരിക്കും ക്യാൻസൽ ചെയ്യുക. പക്ഷേ ബ്രൈഡ്സിന് ഓൾറെഡി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ മാക്സിമം അത് ടൈം മാനേജ് ചെയ്ത് എങ്ങനെയാണെങ്കിലും അതെടുക്കും. ഞാൻ വളരെ നേരത്തെ ബുക്കിംഗ് എടുക്കുന്ന ഒരാളാണ്. ഞാൻ കുറേ പേരുടെ കണ്ടിട്ടുണ്ട്, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിലും ശരി, അവർ 2 മാസം 3 മാസത്തിനുള്ള ഗ്യാപ്പിലാണ് അവരെടുക്കുന്നത്. പക്ഷേ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെയാണ് എടുക്കുന്നത്. ഇപ്പം കേരളത്തിലാണോ കൂടുതലായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കണത്? എങ്ങനെയാണ് ട്രാവൽ ചെയ്തിട്ടും വർക്കുകളും എന്തായാലും ഒബിയസ്ലി എന്തായാലും വരും, എന്നാലും എവിടെയാണ് ശരിക്കും പിച്ച് എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? ശരിക്കും പറഞ്ഞാൽ എറണാകുളത്താണ് താമസിക്കുന്നതെങ്കിലും വർക്ക് കൂടുതൽ വരുന്നത് ഗുരുവായൂർ സൈഡിൽ മോസ്റ്റ്ലി വരും. ട്രിവാൻഡ്രം, കൊല്ലം ഈ സൈഡാണ് കൂടുതൽ വരുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കുറച്ച് വർക്ക് ചെയ്തിട്ടുള്ളത് ആലപ്പുഴയിലായിരിക്കും, എൻ്റെ സ്വന്തം നാട്ടിൽ വളരെ കുറച്ച് വർക്ക് ചെയ്തിട്ടുള്ളത്. എനിക്കറിയില്ല ഈ ഒരു പ്രൊഫഷനെ ചൂസ് ചെയ്ത് ഇങ്ങനെ അവിടുത്തെ ആൾക്കാർ വിളിക്കുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ബാക്കിയുള്ള ട്രിവാൻഡ്രം, പത്തനംതിട്ട, ഈ ഗുരുവായൂർ സൈഡ്, തൃശ്ശൂർ, അങ്ങനെയുള്ള സൈഡ്, കൊച്ചി ഒബ്വിയസ്ലി ഉണ്ട്, അതെന്തായാലും ഉണ്ട്. ബട്ട് ഈ ഒരു സൈഡിൽ നിന്നാണ് എനിക്ക് കൂടുതൽ വരുന്നത്. പിന്നെ കോഴിക്കോട്, മലപ്പുറം, ഒരുവിധം എല്ലായിടത്തും ഞാൻ പോയി ചെയ്തിട്ടുണ്ട്. ഔട്ട് ഓഫ് കേരളയും ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ആൺകുട്ടികളിപ്പം പെൺകുട്ടികളിപ്പോൾ സാരി ഉടുക്കുന്ന നമ്മൾ കൂടുതലും ചെയ്യുന്നത് ഗേൾസിനാണല്ലോ സാരി ഡ്രേപ്പിംഗ് ചെയ്യുന്നത്. അപ്പം റീസെൻ്റ്ലി നമ്മുടെ മലേഷ്യയിലൊരു സാരി ഡ്രേപ്പിംഗ് മോസ്റ്റ് ഫേമസ് ആള് പറയുന്നത് മെൻസിനും ഇപ്പം ഉടുക്കാൻ തുടങ്ങി എന്ന് വെച്ചാൽ സാരിയുടെ വേറൊരു ഡിഫറെൻറ്റ് സ്റ്റൈൽ സാരി ഡ്രേപ്പിംഗിലേക്ക് വരുന്നുണ്ട് ആൾക്കാർ. എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ ഇവിടെ കുറച്ച് കുറവാണ്, ഭയങ്കര കുറവാണ്. ഇവിടെ യൂഷ്വലി എല്ലാ ആൾക്കാരും, ബോയ്സ് സ്പെഷ്യലി, അവർ മുണ്ടെന്ന് പറയുന്നൊരു, ഈ സാരി വരുമ്പോൾ ഒബ്വിയസ്ലി ഓപ്പോസിറ്റ് വരുന്നത് മുണ്ടാണ്. പാൻറ്, ഷർട്ട് അങ്ങനത്തെ സാധനങ്ങളെക്കാൾ കൂടുതൽ വരുന്നത് മുണ്ടാണ്. അവരതിനോട് യൂസ്ഡാണ്. ആ ഒരു രീതിയിൽ ഡ്രേപ്പ് ചെയ്ത് സ്റ്റൈൽ ചെയ്ത് ഞാൻ ഇതുവരെ കേരളത്തിൽ കണ്ടിട്ടില്ല. ബോയ്സ് ഒരു സാരിയിൽ ഡ്രേപ്പ് ചെയ്തോ അങ്ങനെ. ശരിക്കും പറഞ്ഞാൽ അതൊരു എൻ്റെ സാരി പോലെ അല്ല ചെയ്യേണ്ടത്, അതൊരു ധോത്തീസായിട്ടോ അങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്ന ഇതുവരെ കണ്ടില്ല. ഞാൻ സാരി ബോയ്സ് കൊടുക്കുന്നില്ലെന്നല്ല കേട്ടോ പറഞ്ഞത്, അതല്ല, ഞാൻ ഈ ധോത്തി പോലെയൊക്കെ ചെയ്യാൻ പറ്റും. അത് പലർക്കും അറിയുമോയെന്നറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ക്ലിയർ ആക്കിയത്. അത് ചെയ്യാം, ബട്ട് ചെയ്ത് ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ. നോർത്തിലെ സൈഡിലൊക്കെ ആൾക്കാർ വീഡിയോസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് റീസെൻ്റ്ലി മറ്റേ തമിഴ് ആക്ട്രസ് സ്നേഹയും ഹസ്ബൻഡും കൂടെ ഒരു ഫംഗ്ഷന് ചെയ്തത്, അതിൻ്റെ അത് ഈ മലേഷ്യയിലുള്ള ആ ഒരു ഡ്രേപ്പിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു, ആള് ചെയ്തത്. അതും ഭയങ്കര ഫേമസ് ആയിരുന്നു. അപ്പോൾ ഇത് സാരി ശരിക്കും ജെൻഡർ പരിപാടി എല്ലാവർക്കും എങ്ങനെ വേണമെങ്കിലും അത് ഡ്രേപ്പ് ചെയ്യാം എന്നുള്ളൊരു സംഭവം. സാരി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു കോൺസെപ്റ്റുള്ള സാരിയുടെ ഒരു ഡ്രേപ്പിംഗ് പാറ്റേൺ, നോർമൽ സാരി ഡ്രേപ്പിംഗ്, ഒന്നുകിൽ അഴിച്ചിട്ട് അല്ലെങ്കിൽ കുത്തിവെക്കുക. ഇതാണ് യൂഷ്വലി എല്ലാവർക്കും അറിയാവുന്ന സംഭവം. ഒരുപാട് സ്റ്റൈൽസ് ഓഫ് ഡ്രേപ്പിംഗ് ഉണ്ട്. എങ്ങനെയാണ് ക്ലെയർ എത്ര ഡ്രേപ്പിംഗ് ഒക്കെ പരീക്ഷിച്ചിട്ടുണ്ട് ശരിക്കും? ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് യൂഷ്വലി കേരളത്തിലാണെങ്കിലും നമുക്കങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ കിട്ടുന്ന ഇത് ഭയങ്കര കുറവാണ്. പ്രത്യേകിച്ച് ബ്രൈഡ് അവരുടെ ഒരു ബിഗ് ഡേയിൽ അവർക്ക് അവരുടേതായ കേരള സ്റ്റൈൽ ഡ്രീപ്പിംഗ് അതായിരിക്കും എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ഞാൻ പിന്നെ പുറത്ത് പോകുമ്പോൾ ഈ ആസാം, ബീഹാറിലുള്ള
സ്റ്റൈല് വേറെയാണ്. അവർ പല്ലു പോർഷൻ ഇങ്ങനെ ചെസ്റ്റിലേക്ക് ഇടുന്നൊരു ഡ്രീപ്പിംഗ് ഉണ്ട്. അതേപോലൊരു 7 9 ഒക്കെ ഞാൻ മാക്സിമം ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. കാരണം നമ്മളത് പഠിച്ചാലും നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ളൊരു സ്പേസ് വരുന്നില്ല അവിടെ. അല്ലെങ്കിൽ നമ്മൾ ഷൂട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യണം. അത് അല്ലാണ്ട് നമ്മുടെ ബ്രൈഡ്സ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഈ ഓപ്പൺ പ്ലീറ്റ് അല്ലെങ്കിൽ പ്ലീറ്റഡ് ആയിട്ടുള്ള സാരീസാണ്. ഇപ്പം നമ്മുടെ ഓഡിയൻസിന് വേണ്ടി എന്തൊക്കെ തരം സാരി ഡ്രൈപ്പിംഗ് ഉണ്ട് ശരിക്കും? അയ്യോ, അങ്ങനെ ചോദിച്ചാൽ അതിനൊരു ഞാൻ ഈ അടുത്ത് എന്തോ ഒരു റീൽസിലോ എന്തോ കണ്ടു, ഡോളി ജെയിൻ 300+ സാരി ഡ്രേപ്പിംഗ്. അതാണ് എനിക്കത് ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത്. ബുക്ക് ഓഫ് റെക്കോർഡൊക്കെ ഉണ്ട് ആൾക്ക്. അപ്പം ഞാനിങ്ങനെ അത്രയൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രയൊക്കെ ഉണ്ടെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ഓരോന്നിൽ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ആളാണ്. ഞാൻ ധാവണി പോലെ അല്ലെങ്കിൽ നവാരി ഡ്രീപ്പിംഗ്, അങ്ങനെ ഒരുപാട് തരം ഡ്രീപ്പിംഗ് ഉണ്ട്. ഗുജറാത്തി സ്റ്റൈല്, അസാമി സ്റ്റൈല്. ഈ നവാരി ഡ്രൈപ്പിങ്ങിന്റെ കാര്യം അത് ശരിക്കും അത് ഇപ്പം കുറച്ചും കൂടെ അതിനെ പറ്റിയിട്ട് ആളുകൾ സംസാരിക്കുന്നുണ്ട്. അതെ അതെ, നമ്മുടെ യൂഷ്വൽ ഡ്രൈപ്പിംഗ് ആണോ ശരിക്കും ഇത്? അല്ല, അത് നമ്മളുടെ ഡ്രീപ്പിംഗ് അല്ല. ഐ തിങ്ക് കർണാടക സൈഡ്, എനിക്ക് എക്സാക്റ്റ് ആയിട്ട് ഓർമ്മ വരുന്നില്ല കേട്ടോ. എനിക്ക് വന്നത് ഗുജറാത്തിലെ ഒരു ബ്രൈഡിൻ്റെ ഫാമിലിയിലാണ് അങ്ങനെ ഒരു ഡ്രീപ്പിംഗ് ചെയ്യാനായിട്ട്. ബ്രൈഡിൻ്റെ സിസ്റ്ററാണ് ആ ഡ്രീപ്പിംഗ് ചൂസ് ചെയ്ത ആൾ. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് അത് ചെയ്യുന്നത്. അത് നമ്മളെ നോർമൽ സാരി പോലെ ആയിരിക്കും ഫ്രണ്ടിൽ വരിക. ബട്ട് ബാക്കിൽ ഡ്രൈപ്പിംഗിന്റെ പേരും കൂടെ ഒന്ന് പറഞ്ഞേക്കാവോ? നവാരി ഡ്രീപ്പിംഗ്. അതെ, അതിൽ നമ്മളുടെ ഫ്രണ്ടിലെ പോർഷൻ, എക്സാക്ട് പ്രൊനൗൺസിയേഷൻ അതാണോന്ന് എനിക്ക് ക്ലാരിറ്റി ഇല്ല, ബട്ട് നവാരി ഡ്രീപ്പിംഗ് എന്നാണ് ഞാനത് വായിച്ചത്. അപ്പോൾ അത് എക്സാക്ട് സെയിം ആയിട്ട് ഫ്രണ്ടിൽ വരും. ബാക്കിൽ പക്ഷേ ധോത്തിയുടെ ബാക്കിൽ വരുന്ന പോലെ ഒരു ലൈൻ കട്ടിങ്ങനെ വരും. അതാണ് ആ ഒരു ഡ്രീപ്പിങ്ങിൻ്റെ പ്രത്യേകത. അതും ആ സൈഡിലാണ് ഞാൻ ഒരാൾക്ക് ചെയ്തത്. ഒരാളിങ്ങനെ കണ്ടുപിടിച്ചിട്ട്, യെസ് നോർത്ത് സൈഡിൽ. അങ്ങനെ. ഇപ്പോൾ ക്ലെയറിൻ്റെ ബ്രൈഡ്സിലേക്ക് വരാം നമുക്ക്. അപ്പോൾ ഇപ്പം വെഡിങ് സീസൺ ആണിത്. അതെ, ഇപ്പം എല്ലായിടത്തും തിരക്കാണ്. ഇപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ നോക്കിയാൽ ആരും ഡേറ്റില്ല, എല്ലാവരും ബിസിയാണ്. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ വെഡിങ്ങിലേക്ക് സ്റ്റൈലിങ്ങിലേക്ക് വരാൻ നേരത്ത് ഓവറോൾ എല്ലാം അടിപൊളിയായിരിക്കും. ചിലപ്പോൾ ഡ്രേപ്പിംഗ് കൊളാക്കി വെക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമല്ലോ. ചിലത് നമുക്ക് ചിലരുടെ സ്റ്റൈലിംഗ് ഒക്കെ വന്നാലും പക്ഷേ ഡ്രേപ്പിംഗ് സൈഡിലേക്ക് വരുമ്പോൾ അത് പോകും. എനിക്കൊന്ന് സാരി ഈ സ്റ്റൈലിങ്ങും ഡ്രേപ്പിങ്ങും തമ്മിലത്തെ ഒരു കണക്ഷൻ ഉണ്ടല്ലോ. അതുണ്ടെങ്കിൽ മാത്രമേ ഓവറോൾ ലുക്ക് അടിപൊളിയായിട്ട് കിട്ടത്തുള്ളൂ നമുക്ക്. നമ്മളിപ്പം സ്റ്റൈലിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റൈലിസ്റ്റിനെ വെക്കുന്നില്ല അങ്ങനെ പറയുന്ന ബ്രൈഡ്സും ഉണ്ട്, സ്റ്റൈലിസ്റ്റിനെ വെക്കുന്ന ബ്രൈഡ്സും ഉണ്ട്. സ്റ്റൈലിസ്റ്റിനെ വെക്കുന്ന ബ്രൈഡ്സിന് സ്റ്റൈലിസ്റ്റിൻ്റെ എക്സ്പീരിയൻസ് ഇതനുസരിച്ച് അവർക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റും ക്രിയേറ്റീവ് ആയിട്ടുള്ള ലുക്ക് ഉണ്ടാവും. ബട്ട് നമ്മൾ സ്വന്തമായിട്ട് സ്റ്റൈൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരു റെഫറൻസ് ഒക്കെ വെച്ചിട്ട് സെയിം റെപ്ലിക്ക പോലെ റീക്രിയേറ്റ് ചെയ്യാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഡ്രേപ്പിങ്ങിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണത് ഓക്കെ, ഡ്രേപ്പിംഗ് നന്നാക്കണം, സാരി നന്നായിട്ട് ചെയ്താൽ, അതായത് ഫേസിൽ മേക്കപ്പ് ചെയ്തു, ഫേസ് നന്നായി, ബട്ട് നമ്മുടെ ബാക്കി എൻറ്റയർ ബോഡി സാരിയിലാണ്. അത് മോശമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്തിട്ട് സാരി മോശമായിട്ടുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അതും കൂടി ശ്രദ്ധിക്കുക. അതായത് ഡ്രേപ്പും ചെയ്യണം, അത് ആരെ വിളിക്കണം, ഏത് പ്രൈസിലുള്ള റേഞ്ചിലുള്ള ആൾക്കാരെ വിളിക്കണം, അതൊക്കെ നമ്മളുടെ മാത്രം ഇഷ്ടമാണ്. ബട്ട് വാട്ട് എവർ നമ്മുടെ ലുക്ക് നന്നാക്കണമെങ്കിൽ നമ്മളുടെ മൈൻഡിൽ ആ ഒരു സാധനം വേണം. അതായത് നമ്മളുടെ സാരി ഇപ്പോൾ എൻ്റെ ചില ബ്രൈഡ്സ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ, എൻഗേജ്മെൻറ്റിന് ചേച്ചി ഞാൻ നന്നായി ഡ്രേപ്പ് ചെയ്യും, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ചെയ്തു കൊടുക്കും, എൻഗേജ്മെൻറ്റിന് ഞാനൊന്ന് ട്രൈ ചെയ്തു പക്ഷെ പറ്റിയില്ല, വളരെ മോശമായിപ്പോയി ചേച്ചി, ഞാൻ തന്നെ എനിക്ക് ഡ്രേപ്പ് ചെയ്തതാണ് പക്ഷെ അത് മോശമായിപ്പോയി. അതെന്താണെന്ന് വെച്ചാൽ അവർക്ക് ടെൻഷനാണ് അന്നത്തെ ദിവസം. അങ്ങനെ ചെയ്യുന്ന ബ്രൈഡ്സ് ഉണ്ട് കേട്ടോ, സ്വന്തമായിട്ട് ഡ്രേപ്പ് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്ന ബ്രൈഡ്സ് ഉണ്ട്. മോശമാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, അങ്ങനെയല്ല. പക്ഷേ ആ സമയത്ത് നമ്മളുടെ ടെൻഷൻ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാണ്ട് വരും. അതായത് കുറേ ഹരിബറി, കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, കുറേ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോൾ ചിലരൊക്കെ ഇങ്ങനെ ചേച്ചി ആ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞ് ഷെയർ ചെയ്തൊരു എക്സ്പീരിയൻസ്, ചേച്ചി വിറച്ചിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, അതൊക്കെ ആയപ്പോൾ എനിക്ക് പറ്റിയില്ല, അതുകൊണ്ട് നമുക്ക് കല്യാണത്തിന് എന്തായാലും നന്നാക്കണം എന്ന് പറഞ്ഞ് വിളിച്ച ബ്രൈഡ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. എനിക്കൊന്നും അങ്ങനെ ആയിരിക്കും എല്ലാവരും വിളിക്കുന്നതും അങ്ങനെ തന്നെയാണല്ലോ. നമ്മളുടെ വർക്ക് കണ്ടിട്ടും ചിലർ ഓക്കെ ഇങ്ങനെ ഡ്രേപ്പിംഗ് നന്നാക്കിയാൽ കൊള്ളാം, ചിലർ നല്ല സാരി എടുക്കും, വളരെ നല്ല സാരി എടുത്തിട്ട് വളരെ മോശമായിട്ട് ഡ്രേപ്പ് ചെയ്യുന്നവരും ഉണ്ട്. അപ്പം നമ്മൾ ഓർക്കും ഓക്കെ വളരെ നല്ല സാരി, നമുക്കൊക്കെ സാരീസ് കിട്ടുമ്പോൾ നമ്മൾ ഓർക്കും നല്ല സാരിയാണല്ലോ. ചില സാരികൾ കാണുമ്പോൾ നമുക്കറിയാലോ ഇത് ഉടുക്കാൻ ഇതൊക്കെ ഉടുത്ത സെറ്റായിട്ട് നിൽക്കും. ചിലരുടെ സാരി മെറ്റീരിയൽ ചിലപ്പം കുറച്ച് റോങ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഉടുത്ത് വരുമ്പോൾ അതൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളെടുത്താൽ ചിലപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അതായത് ഇപ്പം ഒരു ഓർഗൻസ സാരി ഒരു സാരി ഡ്രേപ്പിസ്റ്റ് കൊടുക്കുന്ന പോലെ ആയിരിക്കില്ല ഒരു നോർമലായിട്ടുള്ള ഒരാൾ. അപ്പോൾ അതിനുള്ള ഡിഫറൻസ് ഉണ്ടാവും.
എനിക്ക് തോന്നുന്നു ഓർഗൻസ സാരി ഞാൻ ട്രൈ ചെയ്യാത്തൊരു സാധനമാണ്. കാരണം എനിക്ക് ഇതുപോലെ ഡ്രേപ്പിംഗ് എനിക്ക് ഇച്ചിരി പാടുണ്ട്. ക്ലെയർ ഇപ്പോൾ ഒരു അതെ അതെ ഞാൻ ഓർഗൻസാണ് ഉടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഓർഗൻസ സാരി ഉടുക്കുമ്പോഴത്തേനോ യൂഷ്വലി എങ്ങനെ വരാറുണ്ടോ അങ്ങനത്തെ ഒരു ഓർഗൻസ വർക്ക്സ് മെറ്റീരിയൽ വരാറുണ്ടോ? എനിക്ക് ഓർഗൻസ മെറ്റീരിയൽ യൂഷ്വലി ഓപ്പൺ പ്ലീറ്റ് ആണ് വരുന്നത്. അപ്പം അതിൽ അയൺ ചെയ്യാൻ പേടിയായിട്ടുള്ളവർ, അതായത് അയൺ ചെയ്യാണ്ട് ഡ്രൈപ്പ് ചെയ്യാം. അപ്പം നമ്മൾ ഓരോന്നും നമ്മളൊരു കണ്ടീഷൻ വെക്കുമ്പോൾ അതിന് പിന്നിലൊരു നെഗറ്റീവ് ഉണ്ടാവും. നമുക്ക് ഇപ്പോൾ ചില സാരീസ് അയൺ ചെയ്യാണ്ട് നമുക്ക് പറ്റില്ല, നമുക്കതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാണെങ്കിൽ നമുക്ക് അയൺ ചെയ്യേണ്ടി വരും പലപ്പോഴും. അപ്പം നമ്മൾ ചില ബ്രൈഡ്സ് പറയും ചേച്ചി കുഴപ്പമില്ല അയൺ ചെയ്യണ്ട, ഇങ്ങനെ ചെയ്താൽ മതി, അവർക്കതാണ് ഇഷ്ടം, അങ്ങനെ ഓക്കെ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓരോരുത്തരുടെ ഡിഫറെൻറ്റ് സ്റ്റൈൽ അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഓർഗൻസ സാരി എന്നെ സംബന്ധിച്ച് എനിക്കിങ്ങനെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ ലൈൻ ഇട്ട് പ്ലീറ്റൊക്കെ വന്ന് എനിക്കങ്ങനെ ഇരിക്കണം എന്ന് എനിക്ക് പേഴ്സണലി എന്നെ അങ്ങനെ കാണണമെന്ന് എനിക്കില്ല. കാരണം ഞാൻ കുറച്ചധികം മെലിഞ്ഞിട്ട ഒരാളായതുകൊണ്ട് എനിക്കിങ്ങനെ ഭയങ്കര ബോഡിയോട് ഒട്ടിയിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്തോ വൃത്തികേട് പോലെ ഫീൽ ചെയ്യും. അപ്പം എനിക്കിഷ്ടമുള്ള സ്റ്റൈലിലായിരിക്കും ഡ്രേപ്പ് ചെയ്യുന്നത്. അത് ഓരോരുത്തരുടെ എനിക്കൊന്നും ഇഷ്ടം അനുസരിച്ചിട്ടായിരിക്കും. ഓരോരുത്തരുടെ ഇഷ്ടം ഭയങ്കര ഡിഫറെൻറ്റ്. ചിലരുടെ റിക്വയർമെൻ്റ് ഒക്കെ ഇങ്ങനെ പറയുന്നേക്കും നമ്മളിങ്ങനെ ഓർക്കും, ഇങ്ങനെയും ചെയ്യാം നമുക്ക്. അല്ല അവർ പറയുമ്പോൾ നമ്മൾ ഓർക്കുക ഓക്കെ അയൺ ചെയ്യണ്ട, അയൺ ചെയ്യുന്നില്ല, ഓക്കെ. അപ്പം ഞാൻ പറയും എടാ അയൺ ചെയ്താൽ ഇങ്ങനെയും അയൺ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയും ആയിരിക്കും, വാട്ട് എവർ ഇയാൾ ചൂസ് ചെയ്തോളൂ എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഓരോ ഡ്രേപ്പിങ്ങിൻ്റെ സ്റ്റൈലിന് പിന്നിലും ഇപ്പം ഞാൻ ചെയ്യുന്ന പോലല്ല വേറൊരാൾ ചെയ്യുന്നത്. അതിന് എല്ലാത്തിനും നല്ല ഡിഫറൻസ് ഉണ്ട്. എന്തായാലും എന്തെങ്കിലും വിയേർഡ് റിക്വയർമെൻറ്റ് വന്നിട്ടുണ്ടോ? നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത എന്തെങ്കിലും ഒരു സാധനങ്ങളൊക്കെ ചിലർ ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല കേട്ടോ, എനിക്ക് അങ്ങനെ ചെയ്യണം, നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാധനം ഇതുവരെ വന്ന് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ചില കണ്ടീഷൻസേ ഉള്ളൂ അയൺ ചെയ്യരുതെന്ന്. അതെനിക്ക് തോന്നുന്നു അവരുടെ ഓരോരോ വിശ്വാസം അനുസരിച്ചിട്ടാണെന്ന് തോന്നുന്നു. അയൺ ചെയ്താൽ എന്തെങ്കിലും സാരിക്ക് പറ്റിയാലോ എന്നൊക്കെ പേടിച്ചിട്ടും ആവാം. ബട്ട് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഇപ്പോൾ വളരെ നോർമലായിട്ടുള്ള ഒരു സാധാ അയൺ ബോക്സ് വെച്ചിട്ടല്ല നമ്മൾ അയൺ ചെയ്യുന്നത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനമൊന്നും അതിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം 1.5 ലക്ഷം 2 ലക്ഷം രൂപയുടെ സാരിയായിട്ട് വരുന്ന ബ്രൈഡ്സ് വരെയും ഉണ്ട്. അവരുടെ സാരിയിൽ നമ്മളുടെ പോയി പരീക്ഷണം നടത്താൻ പറ്റില്ല. അങ്ങനെ ചെയ്യുന്നവർ മോശമാണെന്നല്ല പറഞ്ഞത്. ബട്ട് വാട്ട് എവർ നമ്മളുടെ വർക്കിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള അയൺ ബോക്സ് കാര്യങ്ങൾ മേടിച്ചിട്ടായിരിക്കും ഇത് ചെയ്യുക. ബട്ട് ബ്രൈഡ്സിനെ സംബന്ധിച്ച് അവർക്ക് പേടിയാണ്. എന്നാലും നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, ഒരുപാട് പേരുണ്ട്. എടാ നമുക്കിങ്ങനെ ചെയ്യാം, ഒന്നും പറ്റില്ല സാരിക്കെന്ന് നമ്മൾ പറയുമ്പോൾ അവർ പറയും ഓക്കെ ചേച്ചി എന്നാൽ അങ്ങനെ ചെയ്യാം എന്ന് പറയുന്നവരുണ്ട്. വളരെ കുറച്ച് പേർക്കാണ് ഇങ്ങനെ അവർക്ക് ടെൻഷനാണ് അവരെ സംബന്ധിച്ച്. പിന്നെ കുറച്ചൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഓർക്കും ഓക്കെ എന്തിനാ വെറുതെ ആൾക്ക് പിന്നെ ടെൻഷൻ ആയിരിക്കും, അത് എങ്ങനാവും എന്ന് ആലോചിച്ചിട്ട് ഫൈനൽ ഔട്ട് കാണുന്നവരെയും ആ ഒരു ടെൻഷൻ ഉണ്ടാവും. എന്തായാലും അവർ പറയുന്ന പോലെ ചെയ്തു കൊടുക്കാമെന്ന് വിചാരിക്കും. ഇപ്പോൾ ഒരു പുതിയതായിട്ട് വരുന്ന ഒരു ഡ്രേപ്പിംഗ് ആർട്ടിസ്റ്റാണെന്ന് വെച്ചോ, അവരുടെ കയ്യിൽ എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ്, എത്ര ഒരു ബഡ്ജറ്റിൻ്റെ സാധനങ്ങളൊക്കെ ഇനിഷ്യൽ സ്റ്റേജിൽ വേണ്ടി വരും? എനിക്ക് തോന്നുന്നൊരു 2000 റേഞ്ചിലൊക്കെ ഉള്ള അയൺ ബോക്സാണ് സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അത്രയൊക്കെയാണ് നമ്മൾ ബേസിക്കായിട്ട് യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ അന്ന് ആ സമയത്തുണ്ടായിരുന്നത് ഒരു 2000 സംതിങ്ങിൻ്റെ ഒരു അയൺ ബോക്സ് ഉണ്ട്, ഒരു സ്ട്രെയിറ്റ്നറുണ്ട്, പിന്നെ സേഫ്റ്റി പിൻസ്. ഇത്രയാണ് ആകെ ഉള്ളത്. അത്ര മതി നമുക്ക് ഡ്രേപ്പ് ചെയ്യാനായിട്ട്. അതെ അതെ. ഇപ്പം പറഞ്ഞല്ലോ 1-2 ലക്ഷം രൂപയുടെ സാരിയൊക്കെ ആയിട്ടായിരിക്കും വെഡിങ്ങിന് എല്ലാവരും വരിക. അപ്പം കൂടുതൽ എക്യുപ്മെൻറ്റ്സോ അങ്ങനെ ഇപ്പം കുറേ പരിപാടികൾ നമുക്ക് പ്ലീറ്റ് എടുക്കാം, നമുക്ക് വേറെ സാധനങ്ങൾ ഉപയോഗിക്കാം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്ലെയറിൻ്റെ കയ്യിലുണ്ടോ? ഒന്നുമില്ല. ഇല്ല, ഞാൻ ആകെ ഒരു അയൺ ബോക്സ് ആയിട്ടാണ് ഞാൻ പോകുന്നത്. സ്ട്രെയിറ്റ്നർ ഇപ്പം അങ്ങനെ ആവശ്യം വരാറില്ല. കാരണം ഈ പറഞ്ഞ സ്ട്രെയിറ്റ് ചെയ്യുന്ന പരിപാടി നമുക്കിപ്പോൾ ഇല്ല. അപ്പോൾ എനിക്ക് യൂഷ്വലി സ്ട്രെയിറ്റ്നർ അധികം ആവശ്യം വരാറില്ല. പിന്നെ ആകെ ഉള്ളത് അയൺ ബോക്സും സേഫ്റ്റി പിൻസും ആണ്. അതെ അതുമായിട്ടാണ് ഞാൻ എല്ലായിടത്തും പോകുന്നത്. അസിസ്റ്റൻസ് ഉണ്ടാവുമോ അന്നേരം? ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ്. തൊഴിലാളിയും മുതലാളിയും ഒക്കെ ഞാൻ തന്നെ. ഇപ്പം എല്ലാവരും ഈ സോഷ്യൽ മീഡിയ ബ്രാൻഡിങ് ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളാ വരുന്ന ഗസ്റ്റിനോട് എല്ലാവരോടും ഞാൻ ചോദിക്കുന്നൊരു കാര്യമാണ് സോഷ്യൽ മീഡിയ ബ്രാൻഡിങ് എന്നൊരു പരിപാടി. അപ്പോൾ ചിലർ പറയും ഇങ്ങനെ ആളുകളെ കൊണ്ടുപോകുമെന്ന് പറയും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ചോദിച്ചത്. അതെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അത് വളരെ നല്ല കാര്യം. അവരുടെ അക്കൗണ്ട് ഇങ്ങനെ സ്റ്റേബിളായിട്ട് കൊണ്ടുപോകാൻ പറ്റുക, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ കൂട്ടാൻ പറ്റുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ടാർഗറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. വളരെ നല്ല കാര്യം. എനിക്ക് ആ ഒരു ബഡ്ജറ്റിലേക്ക് എത്തുന്ന സമയത്ത് ചിലപ്പോൾ ഞാനും ചെയ്യുമായിരിക്കാം. പക്ഷേ ഇപ്പോൾ നിലവിൽ
എല്ലാം ഞാൻ തന്നെയാണ്. അക്കൗണ്ട് മാനേജ് ചെയ്യുന്നത്, വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, ഡ്രിപ്പ് ചെയ്യുന്നത് എല്ലാം ഞാൻ തന്നെയാണ്. ഇപ്പം ഈ ഒരു പ്രൊഫഷനിലേക്ക് വന്നപ്പോൾ ഇപ്പം ഞാൻ ഇനി ഇപ്പം വീട്ടുകാരോട് പറയണം, അത് ആലപ്പുഴയിലാണ് എന്ന് പറഞ്ഞു വീടൊക്കെ. അപ്പോൾ ഞാൻ വീട്ടുകാരോട് ഇപ്പോൾ അമ്മ ഞാൻ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് സാരി ഉടുപ്പിക്കുന്ന ജോലി തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ എന്തായിരുന്നു അവരൊക്കെ പറഞ്ഞത്? അത് ആക്ച്വലി എൻ്റെ വീട്ടിൽ ഞാൻ സാരി ഉടുപ്പിക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയ റിയാക്ഷൻ വ്യത്യാസമൊന്നുമില്ലായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ അമ്മ ഓക്കേടി ശരി, അപ്പം എപ്പോൾ പോവും, എവിടെ പോകുന്നേ, ഇതൊക്കെ ചോദിക്കും ആള്. അപ്പം ഞാൻ ആദ്യമായിട്ട് വർക്കിന് തൃശ്ശൂരാണ് പോകുന്നത്. അപ്പം രാത്രി ഒരു വെളുപ്പിന് 3 മണി സമയത്താണ് പോകുന്നത്. അപ്പം ആദ്യമായിട്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞ് ഡ്രേപ്പ് ചെയ്യാൻ പോവാ, ഇത്ര രൂപ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രേപ്പ് ചെയ്യാൻ പോയപ്പോൾ അമ്മ ഓക്കെ പോയിട്ട് വാ. അപ്പം എന്താ കണ്ടിന്യൂസ് കോളാ, ഒരു നിമിഷം പോലും ഫോൺ തരാൻ ഒക്കത്തില്ല, പേടിയാണ്. എന്ന് വെച്ചാൽ ഞാനും ചേച്ചി മാത്രമേ ഉള്ളൂ, അമ്മ ഞാൻ ചേച്ചി, അതാണ് വീട്ടിലെ ആൾക്കാരുള്ളത്. അപ്പം അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. എന്ന് വെച്ചാൽ പോയാൽ ഒറ്റയ്ക്കല്ലേ, പെങ്കൊച്ചല്ലേ, എങ്ങനെ ആവും എന്നൊക്കെ ഉള്ള ഭയങ്കര ടെൻഷൻ. അതുകൊണ്ട് ആ ഒരു സമയത്തൊക്കെ ഫുള്ളിങ്ങനെ കോൾ ചെയ്യും, എവിടെ എത്തി എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ എൻ്റെ അമ്മക്ക് അങ്ങനെ അന്ന് നീ ഇത് ചെയ്യണ്ട, സാരി ഉടുപ്പിക്കാൻ പോകുന്നതോ. ആദ്യമൊക്കെ സാരി ഉടുപ്പിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേർക്കത് എന്തോ എങ്ങനെ സാരി ഉടുപ്പിക്കാനാണോ പോകുന്നത് അന്നുള്ളൊരു മൈൻഡുള്ള ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അത് നാട്ടുകാരാണെങ്കിലും ശരി വീട്ടുകാരാണെങ്കിലും ശരി, അങ്ങനെ ഒരുപാട് പേര് ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇപ്പം അതൊക്കെ മാറി. വീഡിയോസൊക്കെ കാണുമ്പോൾ ആൾക്കാർ എന്നെ വിളിച്ച് പറയും നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പം നമ്മുടെ ഓഫീസിൽ അപ്പം ഇങ്ങനെ അടുത്ത ഗസ്റ്റ് ആരെന്ന് ചോദിച്ചപ്പം ഞാനിങ്ങനെ പറഞ്ഞു ഒരു കുട്ടിയാണ് സാരി ഉടുപ്പിക്കുന്ന ഒരാളാണ്. അപ്പോഴും ഈ പറഞ്ഞ റിയാക്ഷൻ തന്നെ ചിലർക്ക് ചിലർക്ക് ഇപ്പോഴും അറിയില്ലാത്ത കുറേ പേരുണ്ട്. എത്ര പൈസ കിട്ടും ഞാൻ അറിയില്ല ചോദിച്ചു നോക്കാം. പക്ഷെ എന്നാലും ഇങ്ങനെ ആൾക്കാരിങ്ങനെ വണ്ടറാണ് സാരി അങ്ങനെയൊക്കെ ഒരു ജോലി ഉണ്ടോ. ഈ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കും. എൻ്റെ അമ്മയുടെ അമ്മ ആൾക്ക് അത്രയ്ക്ക് അറിയില്ല. ഇതിപ്പം യങ്സ്റ്റേഴ്സിന് തന്നെ വളരെ കുറച്ച് പേർക്ക് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അതും കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞ് അറിഞ്ഞു വരുന്ന ആൾക്കാരും ഉണ്ട്, ഇതൊരു പ്രൊഫഷനാണെന്ന് അറിഞ്ഞു വരുന്ന റീൽസൊക്കെ കണ്ടിട്ട്. അപ്പോൾ ആൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ സാരി ഉടുപ്പിക്കാൻ പോവോ, സാരി ഉടുപ്പിക്കാൻ പോയ പൈസയൊക്കെ കിട്ടുമോ, അത് ഉടുപ്പിക്കാൻ പോകണോ, അപ്പം നമ്മൾ അവരെ പോയി ഉടുപ്പിക്കണോ, അങ്ങനെയൊക്കെ. എന്ന് വെച്ചാൽ ആൾക്ക് അറിയില്ല. അത് ആൾക്കെന്നല്ല, ആളെ സംബന്ധിച്ച് ഇപ്പം ഞാനൊരു കൊച്ചുമോൾ അങ്ങനെ പോകുന്നത് കൊണ്ട് ആൾക്ക് അറിയെങ്കിലും ചെയ്യാം. ഒരുപാട് വീട്ടിലിരിക്കുന്നത് ഇപ്പം ചില ഊബർ ഡ്രൈവേഴ്സ് രാവിലെ വെളുപ്പിനെ ഞാൻ വർക്കിനൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കും കേട്ടോ. അപ്പം നമ്മളിങ്ങനെ എൻ്റെ അടുത്ത് ചോദിക്കും സാരി ഉടുപ്പിക്കാൻ പോകും, അതൊരു ജോലിയാ. അവൻ എങ്ങനെ അതെ ചേട്ടാ അതൊരു ജോലിയാ അതൊരു ജോലിയാ അപ്പം പറയാം. അപ്പം നന്നായിട്ട് ഉടുപ്പിക്കുമായിരിക്കും അല്ലേ. അതെ കുറച്ച് കുഴപ്പമില്ലാണ്ട് ഉടുപ്പിക്കുക, അതുകൊണ്ട് ആൾക്കാർ വിളിക്കും. എങ്ങനെയാണ് സ്വന്തമായിട്ട് സാരി ഉടുക്കുമ്പോൾ എങ്ങനെയാണ് കോൺഫിഡൻസ് ലെവൽ എങ്ങനെയാണ്? ഞാൻ സ്വന്തമായിട്ട് സാരി എനിക്ക് പെട്ടെന്ന് സാരി ഉടുത്ത് കഴിയും. പക്ഷേ എനിക്ക് വളരെ നീറ്റായിട്ട് ഇങ്ങനെ ലൈൻ വെക്ക് വന്ന് അങ്ങനെ ഡ്രേപ്പ് ചെയ്യുന്നതിനോട് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ രീതിക്കൊക്കെ തോന്നിയ പോലെയൊക്കെ പ്ലീറ്റൊക്കെ പല്ലുമൊക്കെ എടുത്തിടാൻ പറ്റണം, അങ്ങനെ ഡ്രേപ്പ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര മെലിഞ്ഞിട്ടാണ് ഞാൻ. അപ്പോൾ എനിക്കിങ്ങനെ സാരി ഉടുക്കുമ്പോൾ പ്ലീറ്റഡ് ആണെങ്കിൽ അയൺ ചെയ്യാറുണ്ട് പല സമയത്ത്. ഞാൻ പലപ്പോഴും പലതായിട്ടൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കിങ്ങനെ ഉടുക്കുമ്പോൾ ഓക്കെ നന്നാവുമോ അങ്ങനെ വിചാരിക്കും ഞാൻ തന്നെ. കാരണം ഒരാളെ കണ്ടിട്ട് എനിക്ക് ആളുടെ ബോഡിയുടെ മെഷർമെൻറ്റിൽ ആൾക്ക് ഇഷ്ടമുള്ള പോലെ സാരി ഉടുപ്പിക്കാൻ പറഞ്ഞാൽ ഒരു പക്ഷേ എന്നെ കൊണ്ട് പറ്റും. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് തന്നെ ഉടുക്കുമ്പോൾ ഞാനിങ്ങനെ ഇത്രയൊക്കെ മതി, ഇതൊക്കെ മതിയെന്നേ, ഇത് മതി ഇങ്ങനെ. അതായത് നമ്മളെല്ലാവരും അങ്ങനെ ഇരിക്കും, നമുക്ക് ഇഷ്ടമുള്ള പോലെ. അതായത് എനിക്ക് അതെ ഞാൻ എൻ്റെ കംഫർട്ടിൽ സാരി ഉടുക്കുന്ന ഒരാളാണ്. എൻ്റെ സാരി ഡ്രീപ്പിങ് വെച്ചിട്ട് എന്നെ നോക്കരുത്. എന്നെ നോക്കുക ഞാൻ സാരി ഡ്രീപ്പിസ്റ്റ് ആണെന്ന് നോക്കിയാൽ ആൾക്കാർ തീരുമാനമായി അങ്ങനെ വിചാരിക്കും. അതെ ഞാൻ ഭയങ്കര കംഫർട്ടബിളാണ് സാരി ഉടുത്ത് എനിക്ക് സാരി ഉടുത്ത് നടക്കാനാണെങ്കിലും, സാരി ഉടുക്കാനും അധികം സമയം വേണ്ട, സാരി ഉടുത്ത് നടക്കാനാണെങ്കിലും എനിക്ക് എല്ലാത്തിലും ഭയങ്കര കംഫർട്ടാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. ഇപ്പം വെഡ്ഡിങ് സാരീസിലേക്ക് വരാൻ നേരത്ത് ഇപ്പം നമ്മുടെ ബോഡി ടൈപ്പ് അനുസരിച്ച് ചില പറയും നമുക്ക് വൈഡർ ബോർഡർ എടുക്കാം, അല്ലെ ഇപ്പം ഇതേപോലെ കുറച്ച് ഹെവി ആയിട്ടുള്ള ബോർഡർ എടുക്കാം, അല്ലെങ്കിൽ ബോർഡർ ലെസ് ആയിട്ടുള്ളത് ചെറിയ ബോർഡർ, അങ്ങനെയൊക്കെ. ഇപ്പം റീസെൻ്റ് ആയിട്ട് കാണുന്നതാണ് ഇതേപോലത്തെ ഒരു വലിയ ബോർഡർ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പ്ലീറ്റ് ചെയ്യാവുന്നൊരു സംഭവം. റീസെൻ്റ് ആയിട്ട് ആൾക്കാർ അത് ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ സ്റ്റൈലിങ് എന്താ പറയാനുള്ളത് ക്ലിയർ? അങ്ങനത്തെ ഡിഫറെൻറ്റ് സ്റ്റൈലിങ്ങിന് ഈ മെർമെയ്ഡ് ഡ്രീപ്പിംഗ് ഒക്കെ ഒരു ട്രെൻഡിലോട്ട് വന്നൊരു അതാണ് സംഭവമാണ്. അതൊരു വലിയ ബോർഡർ അതേപോലെ തന്നെ പ്ലീറ്റ് ചെയ്യുന്നുള്ളത് ചില സമയത്ത് ചില ബോഡി ടൈപ്പിന് അതൊക്കെ വളരെ നന്നായി, നല്ല ഹൈറ്റൊക്കെ ഉള്ള ചില ചേച്ചിമാരൊക്കെ അത് അങ്ങനെ ഡ്രീപ്പ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഞാൻ.
അവർക്കൊക്കെ നന്നായി ചേരും. ഇപ്പം സ്റ്റൈലിങ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അത് റെഫറൻസ് കൊടുക്കുക, ഇങ്ങനെ ചെയ്താൽ നന്നാവും. അപ്പോൾ അത് ഓരോരുത്തരുടെ ബോഡി ടൈപ്പ് അനുസരിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും പോസിബിൾ ആണെന്ന് ഞാൻ പറയില്ല അത്. കാരണം എനിക്ക് തോന്നുന്നു ഒരുവിധം നല്ല ഹൈറ്റൊക്കെ ഉള്ള ഒരാൾക്ക് അത്ര വലിയ ബോർഡർ വന്നാൽ വലിയ വൃത്തികേടുണ്ടാവില്ല. എന്ന് വെച്ചാൽ അത് ബാക്കിയുള്ളവർക്ക് മോശമാണെന്നല്ല, ബട്ട് നമ്മളെ ഏറ്റവും നല്ല ഔട്ട് കാണണം എന്നാണല്ലോ ആഗ്രഹിക്കുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ സ്റ്റൈലുകൾ ഇതേപോലെ ട്രെൻഡ് ഓരോന്നും മാറിക്കൊണ്ടിരിക്കുക. ഇപ്പം ചില ആൾക്കാർക്ക് അത് വേണം, അത് കാണുമ്പോൾ അടുത്ത ആളും അതേപോലെ തന്നെ വേണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഡ്രേപ്പിങ്ങും ഇതേപോലെ മെർമെയ്ഡ് പോലെ ട്രെൻഡായ ഒരു സംഭവമാണ് ആ ഡ്രേപ്പിങ്. നല്ല രസമാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. പക്ഷെ എനിക്കിതുവരെ അങ്ങനത്തെ ബ്രൈഡിനെ കിട്ടിയിട്ടില്ല. ഇനി വന്നോട്ടെ. അതെ അതെ. അല്ല, എനിക്ക് തോന്നുന്നത് കുറച്ച് നാളെ മുന്നേ ആരും അങ്ങനെ അത്രയും വൈഡർ ബോർഡർ നമ്മൾ വെഡ്ഡിങ്ങിനൊന്നും ഒത്തിരി, എനിക്ക് തോന്നുന്നു നമ്മുടെ തമിഴ്നാട്, നമ്മുടെ ചെട്ടിനാട് സാരീസിലൊക്കെ ആയിരിക്കും കുറച്ചും കൂടെ വൈഡർ ബോർഡർ ആയിട്ടുള്ള സംഭവം. കേരള സ്റ്റൈൽ അത്ര പിന്നെ വൈഡർ ആയിട്ടുള്ള ബോർഡേഴ്സ് കുറച്ച് കുറവാണ്. പക്ഷെ അത് ആൾക്കാർ ഇപ്പം ട്രൈ ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആ ഡ്രേപ്പിംഗ് കാണുമ്പോൾ നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നത് ഇഷ്ടമാണ്. അത് വെച്ചാൽ അത് ആൾക്കാർ ഓരോന്നും നമുക്ക്, ഇപ്പം നമ്മളൊരു ബ്രൈഡിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഓഫ് കോഴ്സ് അവർ തരുന്ന റെഫറൻസ് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ പുതിയ പുതിയ ട്രെൻഡുകൾ ബ്രൈഡ്സ് അല്ലെങ്കിൽ സ്റ്റൈലിങ് ചെയ്യുന്ന ആൾക്കാർ കൊണ്ടുവന്നാൽ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇതേപോലെ പുതിയ ട്രെൻഡ് വരും. ഇപ്പം നേരത്തെ പറഞ്ഞ മെർമെയ്ഡ്, ഫ്ലഫി പ്ലീറ്റ്സ്, അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ വൈഡ് ബോർഡർ ആയിട്ടുള്ളത് ട്രെൻഡായി. ഇപ്പോൾ ചിലർ സ്റ്റൈലിങ്ങിന് സെപ്പറേറ്റ് ആൾക്കാരെ കൊണ്ടുവരുന്നവരുണ്ടാവും, ചിലർ ഉണ്ടാവില്ല, അവരവർ തന്നെ സ്റ്റൈലിങ്. ഇപ്പോൾ ക്ലെയറിൻ്റെ അടുത്ത് അങ്ങനെ സ്റ്റൈലിങ്ങും കൂടെ വേണം എന്ന് പറഞ്ഞ് വരുന്നവരുണ്ടോ? വളരെ കുറച്ച് ബ്രൈഡ്സ് ഉള്ളൂ കേട്ടോ. അത് അവർ ചിലർ ഇങ്ങനെ ഓർണമെൻറ്റ്സ് ജ്വല്ലറി ഒക്കെ അയച്ചു തന്നിട്ട് ചോദിക്കും, ലൈക്ക് കമ്പാരിസൺ പോലെ 2 എണ്ണം എടുത്തിട്ട് അവർ ചോദിക്കും ഇത് വേണോ അത് വേണോ. അല്ലാണ്ട് നമുക്ക് എവിടെ പോയി എടുക്കാം, എത്ര പൈസയിലുള്ളത് നോക്കാം, അങ്ങനെ നമ്മളോട് സ്റ്റൈൽ ചെയ്യാൻ പറയുന്നത് വളരെ കുറവാണ്. ഈ സാരിക്ക് ഇത് ചേരുമോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ബ്രൈഡ്സ് ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, നമ്മൾ എപ്പോഴും നന്നായിട്ടിരിക്കണമല്ലോ അവർ എന്നുള്ള ഒരു മൈൻഡ് ഉള്ളതുകൊണ്ട് നമ്മൾ പറയും ഇതാണ് നല്ലത് അല്ലെങ്കിൽ അതാണ് നല്ലതെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് ജ്വല്ലറി ഒക്കെ വരുമ്പോൾ ആൾക്കാർ നമുക്ക് അയച്ചു തന്നിട്ട് ചോദിക്കും, ചേച്ചി ഈ സാരിയുടെ കൂടി ഈ ജ്വല്ലറി ചേരുമോ, നിങ്ങൾ കുറേ കാണുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അതെ ചിലർ എവിടെ പോയി ജ്വല്ലറി വാങ്ങണം അല്ലെങ്കിൽ എവിടെ പോയി സാരി എടുക്കണം അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. ചിലർ പറയും ഒരു 2-3 months നമ്മൾ ഈ പ്രോസസ്സിൻ്റെ കൂടെ നിൽക്കുന്ന പറയും. അതായത് ഒരു വെഡിങ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വെഡിങ്ങിൻ്റെ കാര്യം തന്നെയാണ് എടുത്ത് പറയുന്നത്, കാരണം കൂടുതലും വെഡിങ്ങിനാണ് ആൾക്കാർ കൂടുതൽ നമുക്ക് എൻക്വയറീസ് വരുന്നത്. അപ്പോൾ 2-3 months ഈ പ്രോസസ്സ് മൊത്തം അവരിങ്ങനെ ആൾക്കാരിങ്ങനെ വിളിക്കും, സജഷൻസ് ചോദിക്കും, ത്രൂ ഔട്ട് പ്രോസസ്സിൽ എല്ലാം ഉണ്ട്. അത് മാത്രമല്ല വെഡിങ് കഴിഞ്ഞിട്ടുള്ള ഫങ്ഷൻസിനാണെങ്കിലും അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ടെന്ന് പറയും. അതെ. അപ്പം നമ്മളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഈ കണ്ടിന്യൂസ്ലി നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്റ്റൈലിസ്റ്റ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇല്ലാത്തവരാരും മോശമാണെന്നല്ല കേട്ടോ, ഉള്ളത് നല്ലതാണ്. കാരണം അവർക്ക് കുറച്ചും കൂടി കണക്ഷൻസ് ഉണ്ട്. അവർക്ക് അതെ ഇന്ന സാധനം, ഇപ്പം നമ്മളൊരു ഇങ്ങനൊരു കമ്മൽ വേണം, അതെവിടെ കിട്ടുന്നവർക്ക് നന്നായിട്ട് അറിയായിരിക്കും. കാരണം അവർ വർഷങ്ങളായിട്ട് സ്റ്റൈലിങ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം നമുക്കൊരു ലിമിറ്റുണ്ട് പറഞ്ഞു കൊടുക്കുന്നതിന്. ഇപ്പോൾ നാളെ മുതൽ എല്ലാ എൻ്റെ ബ്രൈഡ്സും എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എന്നോട് ചോദിക്കുകയാണ്, ചേച്ചി ഈ കമ്മലെടുക്കട്ടെ ഈ മാല എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ എനിക്ക് പറഞ്ഞു കൊടുക്കുന്നതിനൊരു പരിധിയുണ്ട്. കാരണം നമ്മൾ വർക്ക് ചെയ്യായിരിക്കും അല്ലെങ്കിൽ ട്രാവൽ ചെയ്യായിരിക്കും. ഇതിനിടയിൽ വളരെ ചുരുക്കമാണ് നമുക്ക് ഉറങ്ങാൻ സമയം കിട്ടുന്നത്. അത് തന്നെ നമ്മൾ കണ്ടുപിടിക്കുന്നത് വളരെ ചുരുക്കമാണ്, പ്രത്യേകിച്ച് സീസൺ ടൈമിൽ. അല്ലാത്ത സമയത്താണെങ്കിൽ പിന്നെയും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ സ്റ്റൈലിസ്റ്റ് എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ ആൾക്ക് ഭയങ്കര ക്രിയേറ്റീവായിട്ടായിരിക്കും അവരെപ്പോഴും വർക്ക് ചെയ്യുന്നത്. അവർക്ക് കുറച്ചും കൂടി ആക്സസ് ഉണ്ട് ഓരോ സാധനങ്ങളിലേക്ക്. അതായത് എവിടെയാണ് എങ്ങനെയുള്ള ജ്വല്ലറിയാണ് ഒരാൾക്ക് ചേരുന്നത്, ഒരാളെ കണ്ടാൽ എങ്ങനെയുള്ള ജ്വല്ലറി ചേരുന്നുള്ളത് അവർക്ക് ഈസിലി മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഒരാളുള്ളത് ഏറ്റവും നല്ലത്. അതെ. ഇപ്പം ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾ സാരി ഉടുക്കാൻ വരുന്നത്, ചിലർക്ക് ആദ്യം കാണിക്കുന്ന കുറേ മിസ്റ്റേക്സ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ അങ്ങനെ സാരീനെ വെറുത്തു പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ബിഗിനേഴ്സിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ ടിപ്പ് എന്ന് പറയാനായിട്ട് എനിക്കിപ്പോൾ നിലവിൽ ഇപ്പോൾ ഇരിക്കുന്ന ഒരു ഇതിൽ കാണിച്ചു തരാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ചിലർ പറയും ഇത് ഭയങ്കര ലൂസാണ്. ഞാൻ നോർമലി ഇതിങ്ങനെ ടൈറ്റ് ചെയ്യുന്ന ഒരാളല്ല, ബട്ട് ചിലർ പറയും ഇതിങ്ങനെ ഇറങ്ങി പോകുന്നു, ഭയങ്കര ലൂസാണ്, ഒട്ടും കംഫർട്ട് അല്ല അവർക്കതെന്ന് പറയും. എന്നിട്ട് അവർ ചെയ്യുന്നത് ഇതിന് പകരമായിട്ട്, അതായത് ഇത് മാറ്റാൻ വേണ്ടി അവർ ചെയ്യുന്നത് ഇവിടുന്ന് വലിച്ച് എക്സ്ട്രാ മെറ്റീരിയൽ എടുത്ത് ഈ പ്ലീറ്റിനിടയിൽ കൊണ്ട് പിൻ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ അത് ഡ്രേപ്പ് ചെയ്യുമ്പോൾ തന്നെ അത് നല്ലോണം വലിച്ച് ടൈറ്റ് ചെയ്ത് ഹിപ്പിലേക്ക് പോർഷനിലേക്ക് നമ്മൾ ആദ്യമായിട്ടൊരു കുത്തൽ ചെയ്യും. അത് നല്ല ടൈറ്റ് ചെയ്ത് കുത്തിയാൽ ഇത് നല്ല ടൈറ്റായിട്ട് നിൽക്കും. ഇത് ആദ്യമേ ചെയ്താൽ നമുക്ക് ഈ ഡ്രേപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വലിച്ചു കുത്തേണ്ടി വരില്ല.
അതാണ് നമുക്ക് കൊടുക്കാൻ പറ്റി. ഇപ്പം ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു തരാൻ പറ്റിയൊരു ഒരു ടിപ്പ് അതാണ്. അതെ അതെ കാണിക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. ചിലർ പറയും ആദ്യമായിട്ട് എടുക്കുന്ന മെറ്റീരിയൽസ് ഇപ്പം ഇപ്പം ഈ പറഞ്ഞപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മൽക്കോട്ടൺ ആണ്. ഇതെന്ന് പറയുന്നത് എനിക്കൊന്ന് ബിഗിനറിനെ കൊടുക്കാൻ പറ്റുന്ന കംഫർട്ട് മെറ്റീരിയലാണ് ഇതൊക്കെ. അങ്ങനെ ഒരു കംഫർട്ട് മെറ്റീരിയലൊക്കെ മൽക്കോട്ടൺ അല്ലാതെ വേറെ എന്തൊക്കെ സാരികൾ ആദ്യമായിട്ട് ഉടുക്കുന്നവർക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ടോ? ആദ്യമായിട്ട് ഉടുക്കുന്ന ആൾക്ക് ഈ പറഞ്ഞ പോലെ നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ വേണം എന്നുള്ളവർക്ക് എപ്പോഴും നല്ലത് മൾക്കോട്ടൺ സാരിയാണ്. അത് വേഗം വളരെ സിമ്പിളായിട്ട് ഉടുക്കാൻ പറ്റും, വേഗം കഴിയും. അതിന് വലിയ പെർഫെക്ഷൻ്റെ ആവശ്യമില്ല, കാരണം അതൊരു ഒഴുക്ക് രീതിയിൽ കിടക്കുന്നൊരു സാരിയാണ്. അത് അങ്ങനെ ഉടുക്കുന്നതാണ് അതിൻ്റെ ഭംഗി. അപ്പം അങ്ങനെയുള്ളവർക്ക് ആ സാരീസാണ് നല്ലത്. ചിലർക്ക് ഈ ജോർജറ്റിൻ്റെ സാരീസ്, അതും വളരെ നൈസായിട്ടുള്ള തളർന്ന് കിടക്കുന്ന പോലത്തെ മെറ്റീരിയലാണ്. അത് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ജോർജറ്റിൻ്റെ സാരി, അങ്ങനത്തെ സാരീസ് ട്രൈ ചെയ്യുന്നത് നല്ല. ഇപ്പം കുറേ ഡ്രൈപ്പിംഗ് ആർട്ടിസ്റ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ ചിലർ ഇൻ്റർവ്യൂസിലൊക്കെ ഇങ്ങനെ ഞാൻ പറയണത് കേട്ടിട്ടുണ്ട്, ഞങ്ങൾ 60 സെക്കൻഡ്സിൽ സാരി എടുക്കും. കേൾക്കുമ്പോൾ നമുക്ക് വണ്ടർ അടിക്കും, അതെ സാരി എടുക്കും എന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നുണ്ട്. ക്ലെയറിന് എത്ര സമയം വേണം ഒരു സാരി എടുക്കാൻ വേണ്ടിയിട്ട്? നമുക്ക് ബ്രൈഡ്സിനാണോ അതോ എനിക്കാണോ? ബ്രൈഡിനാണെങ്കിൽ നോർമൽ ബ്രൈഡിന് എത്ര സമയം എടുക്കും? ഒരു നോർമൽ ബ്രൈഡിന് സാരി ഉടുക്കാനായിട്ട് എനിക്ക് യൂഷ്വലി ഞാനൊരു 10 മിനിറ്റ്സിൽ, ശരിക്കും പറഞ്ഞാൽ നമുക്ക് സാരി ഉടുപ്പിച്ചെടുക്കണമെങ്കിൽ വളരെ പെട്ടെന്ന് ഉടുക്കാം. ഒരു 2-3 മിനിറ്റിൽ നമുക്ക് ഉടുക്കാൻ പറ്റും. പക്ഷെ ഒരാളെ ഉടുപ്പിച്ച് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കറക്ഷൻസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുമ്പോഴാണ് നമുക്കതിന് ടൈം വരുന്നത്. ഡ്രേപ്പ് ചെയ്യാനായിട്ട് മാക്സിമം ഒരു 10 മിനിറ്റ് മതി. പ്രീ പ്ലീറ്റിങ്ങും കാര്യങ്ങളല്ല പറയുന്നത്, അതൊക്കെ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതല്ലാണ്ട് ഡ്രേപ്പ് ചെയ്യാനായിട്ട് ഒരു 10 മിനിറ്റ്സ് മാക്സിമം, 10-15 മിനിറ്റ്സ് മാക്സിമം ബ്രൈഡ്സിനാണെങ്കിൽ. ബ്രൈഡ്സിനെ മാറ്റി അല്ലാതെ ക്ലെയർ സാരി ഉടുക്കാൻ വേണ്ടിയിട്ട് എത്ര സമയം? എനിക്ക് സാരി ഉടുക്കാനായിട്ട് 1-2 മിനിറ്റ് മതി. ഞാൻ വളരെ വേഗം സാരി ഉടുക്കും, കാരണം എല്ലാ ദിവസവും ചെയ്യുന്നതല്ലേ, നിത്യത്തിലുള്ള അഭ്യാസം എന്ന് പറയുന്ന പോലെ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമാണല്ലോ. അപ്പോൾ നമുക്ക് വളരെ വേഗമായിട്ട് സാരി ഉടുക്കാൻ പറ്റും. ഇപ്പോൾ ഷർട്ട് ഇടുന്ന പോലെ ചിലർക്ക് അത് വേഗം കഴിയും, അതേപോലെ നമുക്ക് വേഗം സാരി ഉടുക്കാൻ പറ്റും. ഇപ്പം റെഡിമെയ്ഡ് സാരീസ് ഇവിടെ ഇപ്പം കുറച്ചും കൂടെ അവൈലബിൾ ആണ്. അങ്ങനത്തെ സാരികൾ വരുമ്പോൾ എന്താ തോന്നണേ? എനിക്ക് ശരിക്കും പറഞ്ഞാൽ റെഡിമെയ്ഡ് സാരി ഉടുക്കുന്ന കാണുന്നതും എനിക്ക് ഇഷ്ടമല്ല പേഴ്സണലി. കാരണം ഇത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ് കേട്ടോ. കാരണം അത് മോശമാണെന്നോ അത് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർ മോശം അങ്ങനെയൊന്നുമല്ല. ഇത് നല്ലതാണ്. ഉടുക്കാൻ അറിയാൻ പാടില്ലാത്തൊരു റെഡിമെയ്ഡ് സാരി ഉടുക്കുന്നതുകൊണ്ട് എനിക്ക് വിരോധമൊന്നുമില്ല. എനിക്ക് പേഴ്സണലി അത് ഇഷ്ടമല്ല. കാരണം ആ ഒരു ഹിപ്പിലേക്ക് വരുന്ന പ്ലീറ്റ്സിൻ്റെ ഭാഗവും അതിന് വിടുന്ന ഒരു ഗ്യാപ്പും അങ്ങനത്തെ കാര്യങ്ങളൊന്നും റെഡിമെയ്ഡ് സാരി ഇല്ല. റെഡിമെയ്ഡ് സാരി ജസ്റ്റ് ക്ലിപ്പ് ചെയ്യുന്നു, ഉടുക്കുന്നു. അത് നമ്മൾ ഒട്ടും അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് നന്നായിട്ട് ഉടുക്കണം, അല്ലെങ്കിൽ ഇച്ചിരിയെങ്കിലും, അതായത് റെഡിമെയ്ഡിന് അത്രയും പോലും നന്നായിട്ട് ഉടുക്കാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാർ അത് മേടിച്ച് യൂസ് ചെയ്യുന്നത് ഒരു ടൈം പോലെ അവരുടെ സമയത്തിനും എല്ലാത്തിനും അവർക്കത് നല്ലതാണ്. എന്നെ സംബന്ധിച്ച് എനിക്കത് ഇഷ്ടമല്ല. കാരണം എനിക്കതിലെ പ്ലീറ്റ്സ് ഒക്കെ കാണുമ്പോൾ റെഡിമെയ്ഡായിട്ട് ഇങ്ങനെ അയൺഡായിട്ട് ഇരിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്നുള്ളൂ. ഇപ്പോഴത്തെ ജനറേഷനിലേക്ക് വരാൻ നേരത്തെ ഇപ്പോൾ 2K കിഡ്സൊക്കെ സാരി നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം വർക്ക്ഷോപ്സ് ക്ലെയർ ഒരുപാട് കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാർ. ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് കൂടുതലും വരാറുള്ളത്? എൻ്റെ വർക്ക്ഷോപ്പിന് മെയിൻലി വരാറ് അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ളവരാട്ടോ. 2K ആയിട്ടുള്ളവർ ഒരു 2-3-4 പേരുണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ഈ പാർലർ നടത്തുന്ന ചേച്ചിമാർ, ഫ്രീലാൻസ് ആയിട്ട് നടത്തുന്ന ചേച്ചിമാർ, അങ്ങനെയുള്ളവർ അവർക്ക് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരാണ് എൻ്റെ ഇതിൽ കൂടുതൽ വരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടിയൊക്കെ അവരൊക്കെ സാരി, അവരതൊരു ട്രെൻഡ് പോലെ, ഒരു രസമാണത്. ഒരു സാരി ഉടുത്ത് ഇപ്പോൾ ഒരു കൂട്ടത്തിൽ നിന്നാൽ നമ്മൾ സാരി ഉടുത്ത ഒരാളെ നോട്ടീസ് ചെയ്യുന്ന പോലെ സാരി ഉടുത്ത ഒരാൾക്ക് പ്രത്യേക ഭംഗിയാണ്. ഓഫ് കോഴ്സ് ഞാനൊരു കൂട്ടത്തിൽ ആദ്യം നോക്കുന്ന സാരി ഉടുത്ത ഒരാളുണ്ടെങ്കിൽ ആളെ ആയിരിക്കും. അപ്പം സാരി എന്തോ ഒരു ഐഡൻറ്റിറ്റി പോലെ നമുക്ക് രസമാണ്. ഇപ്പോൾ ചില ആർട്ടിസ്റ്റുകളൊക്കെ സാരിയേ ഉടുക്കും, നമുക്കത് കാണുമ്പം അറിയാം ഓക്കെ നല്ല രസമുണ്ട് സാരി ഉടുക്കുക, അതൊരു നോട്ട് ചെയ്യും. അതെ അവരേത് സാരിയാണ് ഉടുക്കുന്നതെന്നാണ് അടുത്ത ട്രെൻഡ് പോകുന്നത് ആർട്ടിസ്റ്റുകളിലേക്ക് വരുമ്പോൾ. അല്ലാണ്ട് 2K ആയിട്ടുള്ളവരൊക്കെ ഇപ്പം സാരിയിലേക്ക് കുറേ പേര്, എൻ്റെ ജൂനിയേഴ്സ്, കോളേജിൽ പഠിക്കുന്ന ജൂനിയേഴ്സ് കുറച്ച് പേരുണ്ട്. അവരൊക്കെ ഒരു മാസം 2-3 തവണയൊക്കെ സാരിയൊക്കെ ഉടുത്ത് അവർക്ക് പുറത്ത് പോകാനും സാധനം മേടിക്കാൻ പോകുമ്പോഴാണ്ട് സാരി ഉടുത്ത് ഞാൻ ചില സമയത്ത് പോകാറുണ്ട് അങ്ങനെ. അപ്പോൾ എൻ്റെ ജൂനിയേഴ്സ് ആയിട്ടുള്ള പിള്ളേരുണ്ട്, അനഘ, ശാമിലി, അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സാരി ഉടുത്ത് പുറത്ത് പോകാനായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓർക്കും ഓക്കെ നല്ല കാര്യം. കാരണം നമുക്ക് ഒരു കംഫർട്ട് ഡ്രസ്സിൽ അവർക്ക് ചിലർക്ക് അത്രയും പ്രയാസമായിട്ടുള്ള ഒരു കാര്യം അവരത് സിമ്പിളായിട്ട് ചെയ്ത് നോട്ടീസ് ചെയ്യപ്പെടും നമ്മൾ.
അത്രയും നല്ലൊരു കോസ്റ്റ്യൂമിൽ നമ്മളിപ്പോൾ ചിലരിപ്പോൾ ഞാൻ സാരി ഉടുത്ത് എവിടെയെങ്കിലും പോകുന്ന പറയുമ്പോഴത്തേനും ചോദിക്കും സാരിയൊക്കെ ഉടുത്ത് എങ്ങോട്ടാ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? പരിപാടിക്ക് ഉടുക്കുന്നൊരു സംഭവം അല്ല സാരി, നമുക്ക് ചുമ്മാതാണെങ്കിലും ഉടുക്കാം ഇടയ്ക്ക്, നമ്മുടെ ഒരു സന്തോഷം, നമ്മൾ നല്ല ഒരുങ്ങി നിൽക്കുമ്പോൾ നമുക്കൊരു സന്തോഷം, അത്രയാണ്.